വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് തിരൺ. അനീഷ്, തെരഞ്ഞെടുപ്പ് തലേന്ന് ഇപ്പോൾ ഉടുമ്പൻചോലയിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം തലപൊക്കുന്നൊരു സാഹചര്യം. ഉടുമ്പൻചോലയിൽ റവന്യൂ അധികാരികൾ കണ്ടെത്തി 200-ലധികം ഇരട്ട വോട്ടുകൾ 19 നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയെന്നൊരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ BJP രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിന് തെളിവുകൾ റവന്യൂ അധികാരികൾക്ക് കൈമാറുമെന്ന് ഇപ്പോൾ BJP വ്യക്തമാക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് വിശദാംശങ്ങൾ. നിതിൻ, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇരട്ട വോട്ട് വിവാദവുമായിട്ട്, അതായത് ഇലക്ഷൻ തലേന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. കേരളത്തിലും തമിഴ്നാട്ടിലും ഈ തിരിച്ചറിയൽ രേഖകൾ, ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തും വോട്ട് ചെയ്യുന്നത് എന്ന് മുമ്പ് റവന്യൂ അധികൃതർ കണ്ടെത്തിയിട്ടുള്ളതാണ്. പീരിമേട്, ദേവികുളം, ഉടുമ്പൻചോല എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ കൂടുതലായിട്ടുള്ളത്. തമിഴ്നാട്ടിലെ കമ്പം, തേനി തുടങ്ങിയ ഈ അസംബ്ലി മണ്ഡലങ്ങളോട് തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ഇരട്ട വോട്ട് വിവാദം നിലനിൽക്കുന്ന മേഖലകള്. രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ടാണ് മുമ്പ് റവന്യൂ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തേനി ജില്ലാ കളക്ടറും ഇടുക്കി ജില്ലാ കളക്ടറും വിവിധ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങൾ ഇലക്ഷന് മുന്നോടിയായിട്ട് ചേർന്നിരുന്നു. BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ ഒരു പരാതിയിൽ ഏതാണ്ട് 200ഓളം ഇരട്ട വോട്ടുകൾ രണ്ട് വാർഡുകളിലായി, അതായത് CPM ഭരിക്കുന്ന ഉടുമ്പൻചോലയിലെ രണ്ട് വാർഡുകളിലായി 200-ലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരെ ഹിയറിംഗിന് വിളിക്കുകയും തുടർന്ന് ഇവർക്ക് എല്ലാവർക്കും തന്നെ കേരളത്തിൽ വോട്ട് ചെയ്യുവാൻ ആണ് താല്പര്യമെന്ന് സത്യവാങ്മൂലം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇവരെല്ലാവരും തന്നെ, അതായത് ഈ കണ്ടെത്തിയ 200 വോട്ടുള്ളവർ എല്ലാവരും തന്നെ തമിഴ്നാട്ടിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് 19-നാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് രേഖപ്പെടുത്തുകയും അതിന് തെളിവുകൾ BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ഇവർ വീണ്ടും നാളെ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വോട്ട് ചെയ്യുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി ഉന്നയിച്ചിട്ടുള്ളത്. അതിന്റെ തെളിവുകൾ റവന്യൂ അധികൃതർക്ക് കൈമാറുമെന്നും അത് അധികൃതർ തടഞ്ഞില്ല എങ്കിൽ ഇല്ലാത്ത പക്ഷം ഇവർ ആ വോട്ടുകൾ തടയുമെന്നും ആണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് വളരെ വലിയ സംഘർഷത്തിലേക്ക് നാളെ, നമുക്കറിയാം ഇടുക്കിയിലെ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്ന ബൂത്തുകൾ മാത്രമാണ്. അത്തരത്തിൽ ഇലക്ഷന് തലേന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവാദം കൂടി ഉയർന്നു വരുമ്പോൾ ഏത് തരത്തിൽ റവന്യൂ അധികൃതർ ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തെ സമീപിക്കും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ഇരട്ട വോട്ട് റവന്യൂ അധികൃതർ കണ്ടെത്തിയിട്ടുള്ള ഇരട്ട വോട്ടുകൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള, അവർ കേരളത്തിൽ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള വോട്ടുകളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണം വരും മണിക്കൂറുകളിൽ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുവാനും സാധ്യതയുണ്ട്. നിതിൻ.